തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പശ്ചിമബംഗാൾ സ്വദേശിനിയുടെ 4 വയസ്സുകാരനായ മകന്റെ കൊലപാതകത്തിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിലുണ്ടായിരുന്ന അമ്മയുടെ സുഹൃത്ത് മഹാരാഷ്ട്ര സ്വദേശി തൻബീർ ആലം കുറ്റം സമ്മതിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാടുനടുങ്ങിയ കൊലപാതകം നടന്നത്. കഴക്കൂട്ടത്തെ 4 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച കസ്റ്റഡിയിലുള്ള കുട്ടിയുടെ അമ്മയുടെ സുഹൃത്ത് മഹാരാഷ്ട്ര സ്വദേശി തൻബീർ ആലത്തിനെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കഴക്കൂട്ടത്തെ ലോഡ്ജിൽ താമസിച്ചു വന്നിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിനി മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദാർ കൊല്ലപ്പെടുന്നത്. മുന്നിയും മഹാരാഷ്ട്ര സ്വദേശിയായ കാമുകൻ തൻബീർ ആലവും ചേർന്നാണ് ഗിൽദറിനെ കഴക്കൂട്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നു. ശരീരം തണുത്തുറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കൊടുത്തുറക്കിയ കുഞ്ഞ് വൈകുന്നേരം അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് മാതാവ് ഡോക്ടറിനോട് പറഞ്ഞത്. കുഞ്ഞിനെ വിശദമായി പരിശോധിച്ച ഡോക്ടറാണ് കഴുത്തിൽ മുറുകിയ 2 പാടുകൾ കണ്ടെത്തിയത്. കയറോ തുണിയോ മറ്റോ കൊണ്ട് മുറുക്കിയ പാടുകളാണെന്ന് സംശയം തോന്നിയ ഡോക്ടർ ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്നാണ് മാതാവായ മുന്നി ബീഗത്തെയും സുഹൃത്ത് തൻബീർ ആലത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത്. കുട്ടിയുടെ അമ്മയുമായുള്ള തർക്കത്തിനൊടുവിൽ തൻബീർ ആലം മുറിയിലുണ്ടായിരുന്ന ടവൽ ഉപയോഗിച്ച് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കുകയായിരുന്നു. ടവൽ മുറുക്കിയപ്പോൾ കുട്ടിയുടെ കഴുത്തിലെ എല്ല് പൊട്ടിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. അബോധാവസ്ഥയിലുള്ള കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി മാതാവ് മുന്നി ബീഗം ഓട്ടോ വിളിച്ചെങ്കിലും തൻബീർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ലോഡ്ജിന് താഴെയുള്ള കടക്കാരാണ് ബഹളമുണ്ടാക്കി ഇയാളെയും കൂടി നിർബന്ധിച്ച് ഓട്ടോയിൽ കയറ്റി സ്വകാര്യ ആശുപത്രിയിലേക്ക് അയച്ചത്. 2 ആഴ്ചയായി ഈ ലോഡ്ജിലാണ് ഇവർ താമസിച്ചിരുന്നത്. തൻബീർ ആലത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കഴക്കൂട്ടം SHO JS പ്രവീൺ പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന കുട്ടിയുടെ മൃതദേഹം പിതാവെത്തി ഏറ്റുവാങ്ങി വള്ളക്കടവ് മുസ്ലിം ജുമാഅത്തിൽ ഖബറടക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.